വെൽക്കം സ്റ്റുഡൻസ് ടു തേർഡ് വീഡിയോ ഓൺ സൊല്യൂഷൻസ്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഗ്യാസ് ആൻഡ് ലിക്വിഡ് സിസ്റ്റത്തിനെ പറ്റിയും അതിന്റെ സോലുബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയും തുടർന്ന് ഹെൻറീസ് ലോയും അതിന്റെ അപ്ലിക്കേഷൻസുമായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മറ്റ് രണ്ട് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. അതായത് ലിക്വിഡ് ഇൻ ലിക്വിഡും സോളിഡ് ഇൻ ലിക്വിഡും. ഈ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷറിനെ പറ്റിയും അതോടനുബന്ധിച്ച് റോൾസ് ലോയും നമുക്ക് കാണാം. തുടർന്ന് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. ആദ്യമായി വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിന്റെ അവസാനം വരെയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേമാണ് വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡ് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സർഫസിലുള്ള മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇതിനെയാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്ത് വീണ്ടും ലിക്വിഡ് ആവും. ഈ പ്രോസസ്സിന് കണ്ടൻസേഷൻ എന്ന് പറയും. ഇവാപറേഷന്റെയും കണ്ടൻസേഷന്റെയും റേറ്റ് ഈക്വൽ ആവുന്ന കണ്ടീഷനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇക്വിലിബ്രിയത്തിലുള്ള വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് the pressure exerted by the vapors above the liquid surface in equilibrium with the liquid at a given temperature. ഒരു ലിക്വിഡ് സൊല്യൂഷനിൽ സോൾവെന്റ് എപ്പോഴും ലിക്വിഡ് ആയിരിക്കും. സൊല്യൂട്ട് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. നമ്മളിവിടെ രണ്ട് തരം ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് തുടർന്ന് പഠിക്കുന്നത്. ലിക്വിഡ് ഇൻ ലിക്വിഡും സോളിഡ് ഇൻ ലിക്വിഡും. ലിക്വിഡ് നമുക്കറിയാം, അത് വോളറ്റൈൽ ആണ്. വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുവാൻ സാധിക്കും. ജനറലി ലിക്വിഡ് സോൾവെന്റ് വോളറ്റൈൽ ആണ്. സൊല്യൂട്ട് വോളറ്റൈലോ നോൺ വോളറ്റൈലോ ആകാം. അടുത്തതായി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് നോക്കാം. റൗൾട്ട്സ് ലോ. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ചേർന്നുള്ള ഒരു സൊല്യൂഷനിൽ മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ക്വാണ്ടിറ്റേറ്റീവായി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നതാണ് റൗൾട്ട്സ് ലോ. റൗൾട്ട്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of each component in the solution is directly proportional to its mole fraction. അതായത് സൊല്യൂഷനില് ഓരോ വോളറ്റൈൽ കമ്പോണന്റ്സിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റൗൾട്ട്സ് ലോ ഒരു ആനിമേഷന്റെ സഹായത്തോടെ നമുക്ക് കാണാം. ഇവിടെ എയും ബിയും വോളറ്റൈൽ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സ് ആണ്. എയും ബിയും ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഈ സൊല്യൂഷന്റെ സർഫസിൽ എയുടെ മോളിക്യൂൾസും ബിയുടെ മോളിക്യൂൾസും കാണാം. എയുടെയും ബിയുടെയും മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ അവരുടെ റെസ്പെക്റ്റീവ് മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി റോൾസ് ലോന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് 1 and 2 ചേർന്നുള്ളൊരു ബൈനറി സൊല്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. P1ഉം P2ഉമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് കമ്പോണന്റ്സിന്റെ റെസ്പെക്റ്റീവ് പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ്. P ടോട്ടലാണ് നമ്മുടെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. K1ഉം K2 നമ്മുടെ കമ്പോണന്റ്സിന്റെ റെസ്പെക്റ്റീവ് മോൾ ഫ്രാക്ഷൻസുമാണ്. റോൾസ് ലോ പ്രകാരം ഫസ്റ്റ് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് P1 it is proportional to K1 and P2 it is proportional to K2. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ P1 it is equal to P1 not K1 എന്നും P2 it is equal to P2 not K2 എന്നും കിട്ടും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഡാൽട്ടൺസ് ലോ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കമ്പോണന്റ്സിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറിന്റെ സമ്മിന് തുല്യമായിരിക്കും. അതായത് P total it is equal to P1 plus P2 which is equal to P1 not K1 plus P2 not K2 ആയിരിക്കും. നമുക്കറിയാം, ഒരു സൊല്യൂഷനിലെ എല്ലാ കമ്പോണന്റ്സിന്റെയും മോൾ ഫ്രാക്ഷന്റെ സമ്മ് 1ന് തുല്യമായിരിക്കും. ഇവിടെ K1 plus K2 it is equal to 1. K1 പകരം 1 minus K2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P total it is equal to P1 naught into 1 minus K2 plus
P2 Chi2 തുല്യമായിരിക്കും. അതായത് P total is equal to P10 plus P20 minus P10 multiplied by Chi2 ആയിരിക്കും. റോൾസ് ലോന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ഇവിടെ y ആക്സിസിൽ വേപ്പർ പ്രഷറും x ആക്സിസിൽ മോൾ ഫ്രാക്ഷനുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ ഫസ്റ്റ് കമ്പോണന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന്റെ മോൾ ഫ്രാക്ഷൻ Chi1 is equal to 1. ആ സമയത്ത് Chi2 is equal to 0 ആയിരിക്കും. റൈറ്റ് എൻഡിൽ സെക്കൻഡ് കമ്പോണന്റ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ Chi2 is equal to 1 ആയിരിക്കും. ഫസ്റ്റ് കമ്പോണന്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ Chi1 is equal to 0 ആണ്. അതായത് ഫസ്റ്റ് കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും കുറഞ്ഞു വരുന്നു. സെക്കൻഡ് കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും കൂടി വരുന്നു. റൌൾട്ട്സ് ലോ പ്രകാരം വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഫസ്റ്റ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കുറയുന്നതനുസരിച്ച് വേപ്പർ പ്രഷറും കുറയുന്നത് കാണാം. അതുപോലെ തന്നെ സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും കൂടുന്നതിനനുസരിച്ച് അതിന്റെ വേപ്പർ പ്രഷറും കൂടുന്നത് നമുക്ക് കാണാം. P1 നോട്ടും P2 നോട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് പ്യുവർ കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറുകളെയാണ്. സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷറാണ് P ടോട്ടൽ എന്ന ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് P ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ രണ്ട് പ്രധാന ലോസ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്, ഹെൻറിസ് ലോയും റോൾസ് ലോയും. നമുക്കിപ്പോൾ ആ രണ്ട് ലോകള് ഒന്ന് താരതമ്യം ചെയ്യാം. ഹെൻറിസ് ലോ പറയുന്നത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. അതായത് P is equal to KH multiplied by Chi. റോൾസ് ലോ പറയുന്നത് the vapor pressure of a volatile component in a given solution is directly proportional to its mole fraction. അതായത് P1 is equal to P10 multiplied by Chi1. ഈ രണ്ട് ലോസും കമ്പയർ ചെയ്യുമ്പോൾ ഹെൻറിസ് ലോയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസും റോൾസ് ലോയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് വോളറ്റൈൽ കമ്പോണന്റുമാണ് മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണലായി വരുന്നത്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റുകളായ KHഉം P10 മാത്രമാണ് ഇവിടെ വ്യത്യാസമായി വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം റോൾസ് ലോ എന്നുള്ളത് ഹെൻറിസ് ലോന്റെ ഒരു സ്പെഷ്യൽ കേസാണ്, വേർ KH is equal to P10. ഇനി നമുക്ക് ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് കാണാം. ഏതൊരു കോൺസെൻട്രേഷനും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഐഡിയൽ സൊല്യൂഷന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമതായി ഡെൽറ്റ വി മിക്സിംഗ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് രണ്ട് കമ്പോണന്റ്സ് ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ആ സൊല്യൂഷന്റെ വോളിയം രണ്ട് കമ്പോണന്റിന്റെയും വോളിയത്തിന്റെ സമ്മിന് തുല്യമായിരിക്കും. ഉദാഹരണമായി എയും ബിയും രണ്ട് വോളറ്റൈൽ കമ്പോണന്റ്സ് ആണെന്നിരിക്കട്ടെ. 10 ml എയും 10 ml ബിയും ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ നമുക്ക് കൃത്യം 20 ml സൊല്യൂഷൻ കിട്ടും. ഇവിടെ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നില്ല. മൂന്നാമത്തെ മോളിക്കുലർ ഇന്ററാക്ഷൻസ് ആണ്. ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനും സോൾവെന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനും സൊല്യൂട്ട് പാർട്ടിക്കിളും സോൾവെന്റ് പാർട്ടിക്കിളും തമ്മിലുള്ള ഇന്ററാക്ഷനും എല്ലാം തുല്യമായിരിക്കും. അതായത് എ ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു ബി ഇന്ററാക്ഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഇന്ററാക്ഷൻ. ഐഡിയൽ സൊല്യൂഷൻസിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം. ബെൻസീൻ ആൻഡ് ടൊളൂയിൻ, നോർമൽ ഹെപ്റ്റേൻ ആൻഡ് നോർമൽ ഹെക്സേൻ, ബ്രോമോ ഈഥേൻ ആൻഡ് ക്ലോറോ ഈഥേൻ. ഇവിടെ ബെൻസീനും ടൊളൂയിൻ ആയാലും നോർമൽ ഹെക്സേനും നോർമൽ ഹെപ്റ്റേൻ ആയാലും ഹോമോലോഗസ് സീരീസിലെ നെയ്ബറിംഗ് മെമ്പേഴ്സ് ആണ്. ബ്രോമോ ഈഥേനും ക്ലോറോ ഈഥേനും ആവട്ടെ ഈഥേന്റെ ഹാലോ ഡെറിവേറ്റീവ്സുമാണ്.
അതായത് ഐഡിയൽ സൊല്യൂഷൻസ് കാണിക്കുന്ന കമ്പോണൻസിന്റെ സ്ട്രക്ചേഴ്സ് സിമിലാരിറ്റി ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. മുഴുവൻ കോൺസെൻട്രേഷൻ റേഞ്ചിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് തരത്തിലുണ്ട്. സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോയും സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോയും. ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് പരിചയപ്പെടാം. ആദ്യമായി ഡെൽറ്റ വി മിക്സിംഗ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അതായത് സൊല്യൂഷന്റെ വോളിയം അതില് രണ്ട് കമ്പോണൻസിന്റെ വോളിയത്തിനേക്കാളും കൂടുതലായിരിക്കും. 10 ml എയും 10 ml ബിയും എടുത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ആ സൊല്യൂഷന്റെ വോളിയം 20 ml കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് സൊല്യൂഷൻ ഇറ്റ് ഈസ് പോസിറ്റീവ്, അതായത് എൻഡോതെർമിക് ആയിരിക്കും. ഇവിടെ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷനേക്കാളും സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാളും കുറവായിരിക്കും. അപ്പോൾ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ സൊല്യൂഷനിലത്തെ മോളിക്യൂളിന് പ്യുവർ കമ്പോണന്റിന്റെ മോളിക്യൂൾസിനേക്കാളും വേപ്പർ ആകാനായിട്ട് എളുപ്പമായിരിക്കും. നാലാമത്തെ പ്രോപ്പർട്ടി സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ കമ്പോണൻസിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ അനുസരിച്ചുള്ള വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ പി എ ഗ്രേറ്റർ ദാൻ പി എ നോട്ട് കൈ എയും പി ബി ഗ്രേറ്റർ ദാൻ പി ബി നോട്ട് കൈ ബിയും ആയിരിക്കും. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമതായി മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ. നമുക്കറിയാം എത്തനോളിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഉള്ള കാരണം എത്തനോൾ മോളിക്യൂൾ അസോസിയേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ കുറച്ച് ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് എത്തനോൾ മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് അസറ്റോൺ കയറി വരുന്നു. അപ്പോൾ എത്തനോൾ മോളിക്യൂൾസിലത്തെ ഇന്ററാക്ഷൻ പ്യുവർ കമ്പോണന്റിനേക്കാളും വീക്കർ ആവുക ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ അത് കാരണം പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. അടുത്തൊരു ഉദാഹരണം മിക്സ്ചർ ഓഫ് കാർബൺ ഡൈസൾഫൈഡ് ആൻഡ് അസറ്റോൺ. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിന് പകരം ഡൈപോളാർ ഇന്ററാക്ഷൻസ് ആണുള്ളത്. ഇനി നമുക്ക് ഈ പോസിറ്റീവ് ഡീവിയേഷന് എങ്ങനെ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഐഡിയൽ സൊല്യൂഷന്റെ ഒരു ഗ്രാഫാണ്. റെഡ് കേർവ്സ് കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷന്റെ ഗ്രാഫാണ്. ഏതൊരു കോൺസെൻട്രേഷനിലും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ റോൾസ് ലോ പ്രകാരമുള്ള വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കുമെന്ന് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും വിശദമായി കണ്ടു. പോസിറ്റീവ് ഡീവിയേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷനും പഠിച്ചെടുക്കാം. അടുത്തതായി നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന സൊല്യൂഷൻസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇവിടെ ഡെൽറ്റ വി മിക്സിംഗ് ലെസ് ദാൻ 0 ആയിരിക്കും. അതായത് 10 ml എയും 10 ml ബിയും ചേർത്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷന്റെ വോളിയം 20 ml കുറവായിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0. അതായത് റിയാക്ഷൻ എക്സോതെർമിക് ആയിരിക്കും. സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ സോൾവെന്റ് സോൾവെന്റ് ഓർ സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അതുകൊണ്ട് സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ മോളിക്യൂൾസിന് വേപ്പർ ആകാനായിട്ടുള്ള ടെൻഡൻസി പ്യുവർ കമ്പോണന്റിനേക്കാളും കുറവായിരിക്കും. നാലാമത്തെ പ്രോപ്പർട്ടി സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ കമ്പോണൻസിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ റോൾസ് ലോ പ്രകാരമുള്ള പാർഷ്യൽ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് ഈസ് പി എ ഇറ്റ് ഈസ് ലെസ് ദാൻ പി എ നോട്ട് കൈ എ ആൻഡ് പി ബി ലെസ് ദാൻ പി ബി നോട്ട് കൈ ബി ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന് ഒരു എക്സാമ്പിൾ ആണ് ക്ലോറോഫോമും അസറ്റോണും. ക്ലോറോഫോമും അസറ്റോണും പ്യുവർ സ്റ്റേറ്റില് ഹൈഡ്രജൻ ബോണ്ടൊന്നും ഇല്ലാത്ത കോമ്പൗണ്ടുകളായിരുന്നു. പക്ഷെ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ക്ലോറോഫോമിന്റെയും അസറ്റോണിന്റെയും ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. അതായത് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കൂടുതൽ സ്ട്രോങ് ആകുന്നു.
അടുത്തൊരു എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ. അടുത്തതായി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ബ്ലൂ ഡോട്ടഡ് ലൈൻ കാണുന്നത് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫാണ്. റെഡ് കർവ്സ് കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷന്റെ ആണ്. ഏതൊരു കോൺസെൻട്രേഷനിലും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ റോൾസ് ലോ പ്രകാരമുള്ള വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കുമെന്ന് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ ഒരുമിച്ച് കാണാം. ഇനി നമുക്ക് അസിയോട്രോപ്സ് എന്താണെന്ന് കാണാം. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഒരു ബൈനറി സൊല്യൂഷൻ എടുത്താൽ രണ്ട് ഫേസിലാണ് അതിലെ കമ്പോണൻസ് കാണപ്പെടുന്നത്. ഒന്നാമതായി ലിക്വിഡ് ഫേസിലും രണ്ടാമതായി ലിക്വിഡിന് മുകളിലായി വേപ്പർ ഫേസിലും. ലിക്വിഡ് ഫേസിലുള്ള കമ്പോണൻസിന്റെ കോമ്പോസിഷനും വേപ്പർ ഫേസിലുള്ള കമ്പോണൻസിന്റെ കോമ്പോസിഷനും സെയിം ആവുകയും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ തന്നെ ആ സൊല്യൂഷൻ ബോയിൽ ചെയ്യുകയുമാണെങ്കിൽ ആ ബൈനറി മിക്സ്ചറിനെ നമ്മൾ അസിയോട്രോപ്സ് എന്ന് വിളിക്കും. ഈ അസിയോട്രോപ്പുകളുടെ കമ്പോണൻസിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. രണ്ട് തരത്തിലുള്ള അസിയോട്രോപ്സ് ആണുള്ളത്. ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, രണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ആദ്യം നമുക്ക് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്താണെന്ന് നോക്കാം. എയും ബിയും ചേർന്ന് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവാണ് അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ് എങ്കിൽ നമ്മൾ അതിനെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഇത്തരത്തിലുള്ള അസിയോട്രോപ്സ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ 95% എത്തനോൾ. പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിൻ ആണ്. പ്യുവർ എത്തനോളിന്റെ ആകട്ടെ 351.5 കെൽവിനുമാണ്. എന്നാൽ 95% എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് ആകട്ടെ 351 കെൽവിനേ ഉള്ളൂ. ഇവിടെ അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ് പ്യുവർ കമ്പോണന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവാണ്. അടുത്തത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എയും ബിയും ചേർന്ന് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലാണ് അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ് എങ്കിൽ നമ്മൾ അതിനെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. റൗൾട്ട്സ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഇത്തരത്തിലുള്ള അസിയോട്രോപ്സ് ഫോം ചെയ്യുന്നത്. ഉദാഹരണമായി 68% നൈട്രിക് ആസിഡ്. പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിനും ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് അതായത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് 356 കെൽവിനുമാണ്. എന്നാൽ 68% നൈട്രിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് 393.5 കെൽവിൻ ആയിരിക്കും. ഇവിടെ പ്യുവർ കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലാണ് അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ്. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ റോൾസ് ലോയും ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസും വിശദമായി കണ്ടു.